നമസ്കാരം, ഞാൻ മത്തായി. ഇന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. സ്വീറ്റ് ആൻഡ് സിമ്പിൾ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിനായി 1.5 കിലോ കപ്പയും 1.5 കിലോ ബീഫും എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫും 1/2 കിലോ എല്ലുമാണ്. ബീഫ് വേവിക്കുന്നതിനായി ഒരു പ്രഷർ കുക്കർ വെച്ച് 3.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 2.5 ഇഞ്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതും 15 വെളുത്തുള്ളിയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് പതുക്കെ ഇളക്കിയ ശേഷം അതിലേക്ക് 2 സവാള അരിഞ്ഞതും 20 കൊച്ചുള്ളിയും 3.5 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കുക. ഗോൾഡൻ കളറായ ശേഷം 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 3 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ഇടുക. ഗരം മസാല വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിട്ട് ഒരു 10-20 സെക്കൻഡ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പെട്ടെന്ന് ബീഫിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം വേവിക്കാനായി വയ്ക്കുക. വിറകടുപ്പിലാണ്. വെള്ളം ചെറുതായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പതുക്കെ കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം നാം എടുത്തിരിക്കണം. കപ്പ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം നാം എടുത്തിരിക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ച ശേഷം 3.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ കോരി മാറ്റാം. കപ്പ ബിരിയാണിക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കുന്നതിനായി 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1.5 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടി തീർന്ന ശേഷം 2 കറിവേപ്പില ഇടുക. 1.5 മുറി തേങ്ങയും ഇട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഇളക്കിയെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ബീഫ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കരിയാപ്പില, അതിലേക്ക് കപ്പയും ഇടുക. എന്നിട്ട് തേങ്ങ വറുത്ത് വെച്ചത് അതിലേക്കിട്ട് ഒരു 2 മിനിറ്റ് വയ്ക്കുക. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണേ. താങ്ക് യു.